Hey my dear friends, welcome to the series of the CA Foundation Business Law. നമ്മളുടെ ചാപ്റ്റർ നമ്പർ 6 നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദ കമ്പനീസ് ആക്ട് 2013. കമ്പനീസിന്റെ യൂണിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്, കമ്പനി എങ്ങനെയാണ് റൺ ചെയ്യുന്നത്, കാര്യങ്ങളെല്ലാം നമ്മൾ പഠിച്ചു. അപ്പം കമ്പനിയുടെ ഏറ്റവും യുണീക്ക് ആയിട്ടുള്ള രണ്ട് ക്യാരക്ടറിസ്റ്റിക്സുകളാണ്, ഒന്ന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആൻഡ് ലിമിറ്റഡ് ലയബിലിറ്റി കോൺസെപ്റ്റ്. അപ്പം നമ്മൾ ഇത് പഠിക്കുമ്പോൾ കോർപ്പറേറ്റ് വീൽ തിയറി എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ട്. ICAയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതും കമ്പനിയുടെ നിയമ സംവിധാനങ്ങളിൽ വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്തെന്ന് പറയുന്നത്, ദ കോർപ്പറേറ്റ് വീൽ തിയറി എന്ന് പറയുന്നത്. ഓക്കെ സാർ, എന്താണ് മനസ്സിലാക്കുന്നത് സാർ? ഇന്ത കൊഞ്ചാക്ക പറഞ്ഞത് നമ്മുടെ കമ്പനിയും അതിന്റെ ഓണറും എന്താണ്, ഉണ്ണിയമ്മേ ഡബിള് ഇത് മനസ്സിലാവുന്നുണ്ടോ? സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടായിരിക്കും ഇത് വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മെമ്പേഴ്സിന് എന്താ ലിമിറ്റഡ് ലയബിലിറ്റി ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. അപ്പം മെമ്പേഴ്സും കമ്പനിയും തമ്മിൽ ഇതിൻ്റെ ഇടയിൽ കൂടെ ഒരു ഷീൽഡ് അല്ലെങ്കിൽ ഒരു നമ്മുടെ ഒരു കർട്ടൻ പോകുന്നുണ്ട്. ഓക്കെ, ആ കർട്ടൻ എന്തിനെ വിഭാഗിക്കുന്നു? മെമ്പേഴ്സിനെയും അതിൻ്റെ കമ്പനിയെയും തമ്മിൽ രണ്ടായിട്ട് വിഭാഗിക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ചർച്ചിനെയൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മെയിൻ ആയിട്ടുള്ള വളരെ വിശുദ്ധമായിട്ടുള്ള പാർട്ടും പബ്ലിക്കും തമ്മിൽ ഒരു കർട്ടൻ പോകുന്നുണ്ട്. ഓക്കെ റൈറ്റ്. അതുപോലെ ഇതെന്താണ്, രണ്ടിനെയും വിഭാഗിക്കുകയാണ്. ഓക്കെ റൈറ്റ്. രണ്ടും എന്തല്ല, സെയിം അല്ല എന്നുള്ള കോൺസെപ്റ്റ് ആണ് ഇതിനകത്ത് കൊണ്ടുവരുന്നത്. ഓക്കെ, ഇതുപോലെ ആയിരിക്കും സിറ്റുവേഷൻ വരുന്നത്. ആൾവേസ് റിമെമ്പർ ഡബിൾ സർ, ഒന്നും മനസ്സിലാവില്ല സർ. എടാ, ഇപ്പം സോൾ പ്രൊപ്പറേറ്റർ എന്ന രീതിയിൽ ഞാൻ വർക്ക് ചെയ്യാണ്. ലാൽ എന്ന വ്യക്തി ബിസിനസ് നടത്തുകയാണ്. അങ്ങനെ ബിസിനസ് നടത്തുമ്പോൾ എന്ത് സംഭവിക്കും? ഞാൻ കുറേ ആളുകൾക്ക് കടം കൊടുക്കും, അല്ലെങ്കിൽ ബിസിനസ് നടക്കുമ്പോൾ എന്താ, കടത്തിലായിരിക്കും കാര്യങ്ങൾ നടക്കുന്നത്. നാളെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താ, ലാലിൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, എടാ പൈസ എന്ത് എടുക്കണം എന്നും പറഞ്ഞിട്ട് പിടിക്കും. ഇനി ഞാൻ അങ്ങോട്ട് കൊടുത്തവരാണെങ്കിലോ, അവരുടെ അടുത്ത് ലാൽ എന്ന വ്യക്തി പോയിട്ട് എന്ത് ചെയ്യും, പോയി ചോദിക്കും, എനിക്ക് ഇതുപോലെ പൈസ വേണം, ഞാൻ തരാൻ ഉള്ള ഇതുപോലെ കുറേ നാളെ എന്നൊക്കെ നമ്മൾ പറയും. എടാ അങ്ങനെ പറയാം. ഇനി കമ്പനിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി വേറെ പേഴ്സൺ, ഓണേഴ്സ് വേറെയാണ്. ആൾവേസ് റിമെമ്പർ സാർ, ഇത് അക്കൗണ്ടിങ്ങിൽ എന്തോ നമ്മൾ അക്കൗണ്ടിങ് നമ്മൾ പഠിക്കുന്നത് അക്കൗണ്ട്സിന്റെ രീതിയിൽ എന്താ രണ്ടായിട്ട് കൺസിഡർ ചെയ്ത്, സോൾ പ്രൊപ്പറേറ്റർ ആയാലും എന്താ രണ്ടായിട്ടായിരിക്കും കൺസിഡർ ചെയ്ത് എന്ത് ചെയ്യേണ്ടത്, അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ, അവിടെ നമ്മൾ എന്ത് ഡ്രോയിങ്സ്, ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് പരിപാടിയൊക്കെ ചെയ്യും. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി കോൺസെപ്റ്റ് ആയിരിക്കും വരുന്നത്. മെമ്പേഴ്സിന് അതായിരിക്കും ലിമിറ്റഡ് ലയബിലിറ്റി. ഈ രണ്ട് കാര്യത്തെ ഉന്നയിച്ചുകൊണ്ടാണ് ദ കോർപ്പറേറ്റ് വീൽ തിയറി മുമ്പിൽ വരുന്നത്. യെസ്, ആൾവേസ് റിമെമ്പർ ഉണ്ണിയമ്മ ഡബിൾ ഇവിടെയും കണ്ടു, ഇവിടെയും കണ്ടു. ഇമാജിനറി ആയിട്ടൊരു കേർട്ടൻ അതിൻ്റെ ഇടയിൽ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. ലീഗൽ കോൺസെപ്റ്റ് ആണ് എന്താണ്, നമ്മുടെ മെമ്പേഴ്സിനെയും കമ്പനിയെയും ഐഡന്റിഫൈ ചെയ്യുന്നത് സെപ്പറേറ്റ്ലി ഐഡന്റിഫൈ ചെയ്യണം. ഓക്കെ, സെപ്പറേറ്റ്ലി എന്ത് ചെയ്യണം, ഐഡന്റിഫൈ ചെയ്യണം. അടുത്തതായിട്ട് നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിനെ പ്രൊട്ടക്ട് ചെയ്യുകയാണ് കമ്പനിയുടെ ആക്ടുകളിൽ നിന്നത്. കമ്പനി എന്തെങ്കിലും ചെയ്താൽ എന്തല്ല, നമ്മളുടെ ഷെയർ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്തല്ല ലയബിൾ അല്ല എന്നൊരു സിറ്റുവേഷനകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, വരുത്തുന്നുണ്ട്. കമ്പനി അത് വേറെ പേഴ്സൺ, നിയമത്തിന്റെ കണ്ണി എന്താ, കമ്പനി ഒരു പേഴ്സണാണ്, ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആണ്. ഇതിനെ സപ്പോർട്ട് ചെയ്യുന്ന വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കേസ് സ്റ്റഡിയാണ് ദ സോളമൻ വേഴ്സസ് സോളമൻ ആൻഡ് കമ്പനി ലിമിറ്റഡ്. ആരോൺ സോളമൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. അദ്ദേഹം എന്ത് ചെയ്തു, ലെതർ ബിസിനസ് ആയിരുന്നു അദ്ദേഹം. അങ്ങനെ ബിസിനസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വിചാരിച്ചു എന്നാൽ ഒരു കമ്പനി തുടങ്ങാം, സോളമൻ കമ്പനി ലിമിറ്റഡ്. ഓക്കെ, അപ്പം അങ്ങനെ തുടങ്ങിയിട്ട് എന്ത് ചെയ്തു, അദ്ദേഹം അതിൻ്റെ 7 സബ്സ്ക്രൈബേഴ്സിനകത്ത് ഒരാളായിരുന്നു. അങ്ങനെ കമ്പനി പുള്ളിയുടെ സ്വന്തമായി സോൾ പ്രൊപ്പറേറ്റർ ആയിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ ബിസിനസ് ഏറ്റെടുത്തിട്ട് കമ്പനി എന്ത് ചെയ്തു, ആ രീതിയിൽ അങ്ങ് പോയി. ഓക്കെ, അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, സോളമന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി രണ്ട് ഇത്. ഓക്കെ, അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, സോളമൻ കമ്പനിയായിട്ടൊരു ബന്ധം വേണ്ട. അങ്ങനെ കമ്പനിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എത്ര, കമ്പനിയുടെ 20,000 ഷെയർസിനകത്ത്. പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, കമ്പനി കടം കൊടുത്തിട്ടുണ്ട് ഇൻ ദ ഫോം ഓഫ് ഡിബഞ്ചേഴ്സിനായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കടം കൊടുത്തിട്ടുണ്ട്. അടുത്ത എന്താണ്, വിച്ച് ചാർജ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കമ്പനിയുടെ അസറ്റുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ലീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഒരു അസറ്റുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കടത്തെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. എന്തെങ്കിലും പ്രശ്നം വരുവാണെങ്കിൽ എന്താണ്, നമ്മൾ ഈ അസറ്റ് വിറ്റിട്ട് ഈ കടം അങ്ങ് വീട്ടും എന്ന സിറ്റുവേഷനാണ് വരുത്തി വെച്ചത്. അങ്ങനെ കമ്പനിയുടെ സുഗമമായ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടത് എന്ത് സംഭവിച്ചു, ദ ഗ്രേറ്റ് എന്ത് സംഭവിച്ചു, ദ ജനറൽ ട്രേഡ് ഡിപ്രഷൻ വന്നു. അങ്ങനെ വന്നപ്പോൾ ബിസിനസ് ഒക്കെ ആകട്ടെ കമ്പനി എന്ത് പൂട്ടാൻ പോകുന്നു, ഓ മൈ ഗോഡ്, ലിക്വിഡേഷൻ അകത്തോട്ട് പോകും. അങ്ങനെ ലിക്വിഡേഷൻ സംഭവിച്ചപ്പോൾ എന്ത് ചെയ്തു, നമുക്ക് രണ്ട്
ലിക്വിഡേഷൻ സമയത്ത് നമ്മുടെ ക്രെഡിറ്റേഴ്സിനെ രണ്ടായിട്ട് തിരിക്കും, സെക്യൂർഡ് ആൻഡ് അൺസെക്യൂർഡ്. ആ ലിക്വിഡേഷൻ പ്രോസസ്സിനകത്ത് എങ്ങനെ ആ റിയലൈസ് ചെയ്യുന്ന എമൗണ്ടിനെ വിധിച്ചു കൊടുക്കണമെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ പറഞ്ഞതനുസരിച്ച് ആദ്യം എന്ത് ചെയ്യുക, നമ്മളെ ഈ ഒരു ലിക്വിഡേഷൻ പ്രോസസ്സിന്റെ കടങ്ങളെല്ലാം വീട്ടുക. ദെൻ എന്ത് ചെയ്യുക, സെക്യൂർഡ് ആയിട്ട് നമ്മുടെ എംപ്ലോയീസ് അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് കൊടുക്കാനുള്ള കൊടുത്തു തീർക്കുക. ദെൻ അത് കഴിഞ്ഞിട്ട് എന്ത് വരിക, നമ്മുടെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ്, നമ്മൾ അങ്ങനെ ആയിരിക്കും വിളിക്കുന്നത്, എന്തെങ്കിലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ സെക്യൂർഡ് ക്രെഡിറ്റേഴ്സ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യുക, അവർക്ക് കൊടുക്കാനുള്ള എല്ലാം കൊടുത്തു തീർക്കുക. ദെൻ അടുത്തത് എന്താണ്, ബാക്കി വരുന്നത് അൺസെക്യൂർഡ് ക്രെഡിറ്റ്, ദെൻ നമ്മുടെ ഓണേഴ്സ്, ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് അങ്ങനത്തെ ഉള്ളവർക്ക് കൊടുക്കുക. ഇതാണ് ഒരു ജനറലി പോകുന്നത്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അണ്ടർസ്റ്റാൻഡ്, നിങ്ങൾ മനസ്സിലാക്കുക സംഭവങ്ങളും കാര്യങ്ങളൊക്കെ. ദെൻ എന്താ പ്രശ്നം, ഈ ഒരു ഓർഡറിൽ ഇങ്ങനെ പോകൊണ്ടിരുന്നപ്പോൾ എന്ത് കിട്ടി, സോളമനും കിട്ടി കുറച്ച് പൈസ. ഓ മൈ ഗോഡ്, ഇത്രയും നാളായിട്ട് ഓണറായിട്ട് ഞങ്ങളുടെ കൂടെ ഇരുന്നു, എന്നിട്ട് ഇയാളെ പൈസ കൊണ്ടുപോകാൻ നമുക്ക് നഷ്ടം. ബിസിനസ്സുമായിട്ട് സോളമന്റെ കമ്പനിയായിട്ട് നടത്തിയവരാ. എടാ ഞാൻ ഇയാളുമായിട്ട് എത്ര വർഷം കൊണ്ടുള്ള പരിചയമാണ്, എന്നിട്ട് ഇമാതിരി പരിപാടി. എടാ പുള്ളി അടിച്ചോണ്ട് പോയില്ല, എന്തോ ആകെ വിഷയം. ഓ മൈ ഗോഡ്, എന്ത് ചെയ്യുമെന്നുള്ള സിറ്റുവേഷൻ വിഷയമായി. അങ്ങനെ എന്തായി, കേസ് കോടതി പോയി. എടാ ഇവൻ പണ്ടേ ഫ്രോഡാണ്, ഇപ്പം നമ്മുടെ പൈസ അടിച്ചിട്ട് ഇവൻ പോവാ, അവന് മാത്രം സൂചിക്കാനാണ് പിന്നെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് വിഷയമായി. എടാ പുള്ളിക്ക് ഷെയർ ഉണ്ടാ, ഷെയറിന്റെ പ്രശ്നം, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളി ആദ്യം നമുക്ക് സെറ്റിൽമെന്റ് നടത്തിയിട്ട് കൊണ്ടുപോയത്, അതെന്താ പരിപാടി എന്നൊരു സിറ്റുവേഷൻ വന്നു. അപ്പം കോർട്ടിന്റെ അടുത്ത് പോയി. കോർട്ടപ്പം എന്ത് ചെയ്തു, കോർട്ട് പറഞ്ഞു, നമ്മുടെ ലോർഡ് മാക് ന്യൂട്ടൻ പറഞ്ഞു, കമ്പനി എന്താ മക്കളെ, കമ്പനി എന്ന് പറയുന്നത് ഡിഫറെന്റ് പേഴ്സൺ, ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. അപ്പോൾ എന്ത് ചെയ്യുക, മാനേജറായിട്ടൊക്കെ അതിന്റെ മെമ്പേഴ്സ് വർക്ക് ചെയ്യുമായിരിക്കും, അതൊന്നും നമുക്കറിയത്തില്ല. ബട്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, മെമ്പേഴ്സ് എന്തല്ല, ലയബിൾ അല്ല. ഓക്കെ, കമ്പനിയുടെ ആക്ടുമായി ബന്ധപ്പെട്ട് അവരെന്തില്ല, ലയബിൾ അല്ല. അപ്പം അതെങ്ങനെ ശരിയാവും, രണ്ടുപേരുടെ ഇടയിൽ കൂടെ കോർട്ട് എന്ത് കാണുന്നുണ്ട്, ഒരു തിരശ്ശീല ഇങ്ങനെ കാണുന്നുണ്ട്. ഓക്കെ, സെയിം ആളാണ് ഇത് ഭരിക്കുന്നത്, സെയിം ആളാണ് ഇത് കൺട്രോൾ ചെയ്യുന്നത്, അതൊന്നും ഇവിടെ പറഞ്ഞിട്ട് കാര്യമില്ല മാൻ എന്ന സംഭവം ആയിരിക്കും. യെസ്, ഷെയർ ഹോൾഡർ എന്തല്ല, ലയബിൾ അല്ലടാ. ഓക്കെ റൈറ്റ്. അപ്പം ഇതാണ് എന്താണ് കോർപ്പറേറ്റ് വീൽ തിയറി ഉദ്ദേശിക്കുന്നത്. കോടതി എപ്പോഴും എന്താണ്, കമ്പനിക്കും അതിന്റെ മെമ്പേഴ്സിനും ഇടയിൽ കൂടെ ഒരു തിരശ്ശീല കാണുന്നുണ്ടായിരിക്കും. നമ്മളുടെ കേസ് സ്റ്റഡി സെപ്പറേറ്റ് വീഡിയോസിനകത്ത് ഇതിനകത്തുള്ള ബാലൻസ് ആയിട്ടുള്ള എന്തുണ്ടായിരിക്കും, ബാലൻസ് ആയിട്ടുള്ള കേസ് സ്റ്റഡീസ് നമ്മൾ പറയും. അപ്പം നമ്മൾ പറയാം, സർ കമ്പനിയും അപ്പം മെമ്പേഴ്സും തമ്മിൽ ഡിഫറെൻ്റ് ആണ്, അപ്പം നമുക്കിനി പേടിക്കാനില്ല, നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ കമ്പനിയുടെ ആക്ട് ഒരിക്കലും അതിൻ്റെ മെമ്പേഴ്സിനെ എന്ത് ചെയ്യത്തില്ല, മൈൻഡ് ചെയ്യത്തില്ല, നമുക്ക് അതൊന്നൊരു വിഷയമല്ല, നമുക്ക് എന്ത് വേണമെങ്കിലും കമ്പനി വെച്ച് അട്ടിക്കോട്ട് ചെയ്യാം. എന്തൊക്കെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പം നമ്മുടെ കോർട്ട് പറയും അനിയ നിൽ, എന്നിട്ട് കുറച്ച് പരിപാടി. ഓക്കെ, അപ്പം കോടതിയുടെ മനസ്സിൽ കൂടെ പോകുന്ന ആ തിരശീല ഉണ്ടല്ലോ, അതെടുത്ത് അങ്ങ് മടക്കി എടുത്ത് വെച്ചിട്ട് പറയും, രണ്ടുപേരും എന്താ സെയിം. നമ്മൾ ആ തിരശീല തുറന്ന് നോക്കും, ഇവിടെ ആരെങ്കിലും ഉണ്ടോ, ഇവൻ, ഓ യെസ്. കമ്പനിയുടെ ഒരു വിഷയം വരുമ്പോൾ തിരശീലയുടെ ഇപ്പുറത്ത് കിടന്ന് കളിക്കും. അടുത്തത് കോടതി കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, ലിഫ്റ്റ് ചെയ്യും, എന്നിട്ട് ഇങ്ങനെ നോക്കും, എന്തെങ്കിലും നടക്കുന്നുണ്ടോ, മെമ്പേഴ്സ് കുഴപ്പമുള്ളവരാണോ എന്ന് നോക്കും. അങ്ങനെ നോക്കി കഴിയുമ്പോൾ എന്താണ്, ആ കാര്യമാണ് നമ്മൾ പറയുന്നത്. യെസ്, ഇവിടെ എന്താ പറയുന്നത്, ഈ കമ്പനിയിലോ എന്ത് ചെയ്യുന്നുണ്ട്, കോർപ്പറേറ്റ് പേഴ്സണാലിറ്റി സംടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, അവരെന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്റിഗാർഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ? എടാ ആർട്ടിഫിഷ്യൽ പേഴ്സൺ എന്നേ പറഞ്ഞോളൂ, ഈ പേഴ്സണെ കൺട്രോൾ ചെയ്യുന്ന ആരാ, മെമ്പേഴ്സ് തന്നെ ആയിരിക്കും മിക്കപ്പോഴും. അങ്ങനെ വരുമ്പോൾ എന്താണ്, പ്രശ്നമാണ്. യെസ്, ഇപ്പൊ കോടതി പറയും അനിയാ നിൽ, ഞാനൊന്ന് നോക്കട്ടെ, തിരശ്ശീല മാറ്റി പോകും. യെസ്. അപ്പം ഏതൊക്കെ സിറ്റുവേഷനകത്തായിരിക്കും ഈ ഒരു കോർപ്പറേറ്റ് വീലിനെ നമ്മുടെ കോടതി അല്ലെങ്കിൽ നമ്മുടെ ലീഗൽ സിസ്റ്റം അത് ലിഫ്റ്റ് ചെയ്ത് നോക്കുന്നത്? നമ്മുടെ കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കാൻ. യെസ്, എടാ ഇത് ഈ കമ്പനി നമ്മുടെ രാജ്യത്തിന്റെ എനിമിയാണോ ഫ്രണ്ട് ആണോ എന്ന് നോക്കാനായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കോർട്ട് എന്ത് ചെയ്യും, ഈ തിരശ്ശീലങ്ങ് മാറ്റി നോക്കും. യെസ്, നമ്മുടെ ഡാംലർ കമ്പനി ലിമിറ്റഡ് വേഴ്സസ് ദ കോണ്ടിനെന്റൽ ടയർ റബ്ബർ കമ്പനി. ഈ ഒരു കമ്പനിയുടെ കേസിനകത്ത് എന്ത് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ, എടാ നമ്മുടെ ഇവിടെ യുദ്ധം നടക്കാം, രണ്ടാം ലോക മഹായുദ്ധം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഡെയിംലർ കമ്പനി ഉണ്ടല്ലോ, ഇതെന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലാണ് എന്ത് ചെയ്തേക്കുന്നത്, ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നത്. ബട്ട്
എടാ ഇതിന്റെ ഷെയർ ഹോൾഡേഴ്സ് എവിടെ ഉള്ളവരാ? ജർമ്മനിക്കാരാ. ഓ മൈ ഗോഡ്, പണ്ടത്തെ ജർമ്മൻ, നമുക്കറിയാലോ വീട്ടിലെ ടീം. അപ്പം അവരും ഈ കോണ്ടിനെന്റൽ ടയർ റബ്ബർ കമ്പനിയായിട്ട് എന്ത് ചെയ്തു, ട്രാൻസാക്ഷൻ നടത്തി സുഖസുന്ദരം ഡയറക്റ്റ് ആയിട്ട്. ഓ പരിപാടിയൊക്കെ നടന്നു കഴിഞ്ഞ് കോണ്ടിനെന്റൽ കമ്പനി എടുത്ത് പറഞ്ഞു, കമ്പനി പൈസ താ, ഞങ്ങളുടെ പേയ്മെന്റ് ഞങ്ങളെ ഒഴിവാക്കുക, പരിപാടി തീർക്കുക. അപ്പം കോണ്ടിനെന്റൽ ടയർ കമ്പനി പറഞ്ഞു, നോ, അത് പറ്റത്തില്ല, നിങ്ങൾ ഞങ്ങളുടെ ശത്രു രാജ്യത്തുള്ള കമ്പനിയാണ്. എടാ ഞങ്ങൾ ഇംഗ്ലണ്ടിൽ ഉള്ളയാടെ. ഓ അത് എങ്ങനെ? നോ, നിങ്ങൾ ഞങ്ങളുടെ ശത്രുവശത്താണ്, നിങ്ങളും തമ്മിൽ ഇപ്പൊ എന്താണ്, ശത്രുപക്ഷത്താ, ഇനി പറ്റത്തില്ല, ഞങ്ങൾ പേയ്മെന്റ് എടുത്തില്ല, പേയ്മെന്റ് ഒക്കെ വേറെ ആക്ടിന്റെ അണ്ടറില്ല, ഞങ്ങൾക്ക് ആ പരിപാടി നോക്കി വേണ്ട എന്നൊരു സിറ്റുവേഷൻ. അപ്പം എന്ത് ചെയ്തു, ഡാംലർ കമ്പനി കോടതി പോയി. കോടതി ഞങ്ങൾക്ക് പൈസ തരുന്നില്ല. അപ്പം കോടതി സംഭവം എടുത്ത് നോക്കി. കമ്പനി നോക്കിയപ്പോൾ ഓ വാ, ഇംഗ്ലണ്ടിൽ ഉണ്ടായി കമ്പനി, ഓക്കെ കുഴപ്പമില്ല, ഇംഗ്ലണ്ടിന്റെ പ്രശ്നമില്ലല്ലോ. അപ്പം കമ്പനി ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങളുടെ ആ വീല് ഞങ്ങളെ കൂടെ തുറന്നു കാണിക്കൂ. ഇങ്ങനെ വെയിൽ ഇങ്ങനെ തുറന്നു നോക്കിയപ്പോൾ കാണാം ആ ജർമ്മൻകാരാണ് ഷെയർ ഹോൾഡേഴ്സ്. യെസ്, ഇവരപ്പം നമ്മുടെ എനിമി കൺട്രി, അങ്ങനെ ഒന്നും പേയ്മെന്റ് കൊടുക്കണ്ട, യെസ് എന്നൊരു സിറ്റുവേഷൻ വന്നു. അപ്പം നമ്മുടെ കോർട്ട് എപ്പോഴായിരിക്കും കമ്പനിയുടെ ക്യാരക്ടറിസ്റ്റിക്സ്, അത് ഫ്രണ്ട് ആണോ അതോ നമ്മളുടെ ശത്രുപക്ഷത്തുള്ള കമ്പനിയാണോ എന്ന് നോക്കാൻ വേണ്ടി എന്ത് ചെയ്യും, അവർ ഈ ഒരു വെയിൽ മാറ്റി വെക്കും, അത് ലിഫ്റ്റ് ചെയ്ത് നോക്കും. അടുത്ത എന്താണ്, ടു പ്രൊട്ടക്ട് ദ റവന്യൂ ഓർ ടാക്സ് ലയബിലിറ്റിയുമായി ബന്ധപ്പെട്ട കേസിനകത്ത് ഇത് നോക്കും. ബാക്കിയുള്ള കേസ് ലോസ് എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോസ് നോക്കാം. ജസ്റ്റ് നമുക്കിത് പറഞ്ഞു പോകാം. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ റവന്യൂ ഓർ ടാക്സ് ഇത് പ്രൊട്ടക്ട് ചെയ്യുക എന്ന ഇന്റൻഷനിൽ കമ്പനി എന്ത് ചെയ്യും, ലിഫ്റ്റ് ചെയ്യും, നോക്കും. ഓക്കെ, നമ്മുടെ മെമ്പേഴ്സ് അല്ലെങ്കിൽ ഷെയർ ഹോൾഡേഴ്സ് എന്താ ഉടായിപ്പാണോ അല്ലേ? അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇന്ത്യയിൽ നടന്ന ഒരു കേസിലായിട്ട് ബിൻചോ മനച്ചി പെറ്റിറ്റ്, ഇന്ത്യയിലെ വളരെ സമ്പന്നനായ വ്യക്തി, അദ്ദേഹം എന്ത് ചെയ്തെന്നറിയോ, അദ്ദേഹമാണെങ്കിൽ കുറേ കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്തു. ഓക്കെ, കമ്പനി 1, കമ്പനി 2 ആൻഡ് കമ്പനി 3, കമ്പനി 4. സാർ എന്നിട്ട് എന്ത് ചെയ്തു, പുള്ളി അതിനകത്തോട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തി. ഗുഡ് ജോബ്. എന്നിട്ട് എന്ത് ചെയ്തു, കമ്പനി എന്നിട്ട് ലോൺ വാങ്ങിച്ചിട്ട് എന്താണ് സാർ, എന്താ പ്രശ്നം, എന്താ? എടാ ഈ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ ഉണ്ടല്ലോ, റിട്ടേൺ പുള്ളി എന്ത് ചെയ്തു, ലോണിന്റെ രൂപത്തിൽ വാങ്ങിച്ചു. ചോദിക്കുവാണെങ്കിൽ പറയാം, ഞങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, ആ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺ ഞങ്ങൾക്ക് കിട്ടുന്നില്ല, ഞങ്ങൾക്ക് ലോണാ സാർ കിട്ടുന്നത്, ആ കമ്പനി ഭയങ്കര ഉടായ്പാണ് സാർ, ഞങ്ങൾക്ക് ഡിവിഡൻഡ് ഇൻട്രസ്റ്റ് ഒന്നും തരുന്നില്ല, പിന്നെ എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ അനുസരിച്ച് എന്താണ്, ലോണാണ് തരുന്നത്. ഓക്കെ, ഇതൊരു ഡമ്മി ഇൻവെസ്റ്റ്മെന്റ് ആണ്, നമുക്ക് കിട്ടുന്ന ഡിവിഡൻഡ് ഇൻട്രസ്റ്റ് അത് ലോൺ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വാങ്ങുന്നതാ. പുള്ളി എന്ത് ചെയ്യുന്നില്ല, ഈ വാങ്ങുന്ന ലോൺ എന്ത് ചെയ്യുന്നില്ല, റീപേ ചെയ്യുന്നില്ലെന്ന് എന്ത് ചെയ്തു, നമ്മുടെ കോർട്ട് കണ്ടുപിടിച്ചു. അപ്പോഴും എന്ത് ചെയ്തു, ഇദ്ദേഹവും കമ്പനിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെ നോക്കാൻ വേണ്ടി എന്ത് ചെയ്തു, കോർട്ട് കോർപ്പറേറ്റ് വേയിൽ എന്ത് ചെയ്തു, ലിഫ്റ്റ് ചെയ്തു നോക്കി. ഓക്കെ, യെസ്. then അപ്പൊ എന്താണ്, പ്രൊട്ടക്ട് ദ റവന്യൂ ഓർ ടാക്സ്. അടുത്തതായിട്ട് ടു അവോയ്ഡ് ദ ലീഗൽ ഒബ്ലിഗേഷൻ. ലീഗലി നടക്കുന്ന ഒബ്ലിഗേഷൻസിനെ ലീഗലി ഉള്ള നിങ്ങളുടെ ഒബ്ലിഗേഷൻസിനെ മറച്ചു വെക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, കമ്പനി സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾ ഓരോന്ന് കാട്ടിക്കൂട്ടും. ഓക്കെ, അതിനെക്കുറിച്ചാണ് പറയുന്നത്. യെസ്, എടാ നോക്കടാ, അസോസിയേറ്റ് ഇൻഡസ്ട്രീസ് റബ്ബർ ലിമിറ്റഡ്. സാർ നല്ല കമ്പനി എന്ത് ചെയ്തെന്നറിയോ, എടാ നമുക്ക് ദ പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. അപ്പൊ ആ ആക്ട് അനുസരിച്ച് എന്താ, നിങ്ങളുടെ പ്രോഫിറ്റ് കൂടുക. അപ്പൊ എന്ത് ചെയ്യും, എംപ്ലോയീസിന്, പാവപ്പെട്ട എംപ്ലോയീസിന്, നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്ത് ഈ പ്രോഫിറ്റ് കൂട്ടുന്ന എംപ്ലോയീസിന് എന്ത് കൊടുക്കണം, ബോണസ് കൊടുക്കണം. അപ്പം ആ ഒരു ലയബിലിറ്റി ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യുന്നറിയാം, നമ്മുടെ അസോസിയേറ്റ് ഇൻഡസ്ട്രീസ് റബ്ബർ ലിമിറ്റഡ്, ഫസ്റ്റ് ഓഫ് ഓൾ ദ റബ്ബർ ലിമിറ്റഡ് എന്ത് ചെയ്തു, വേറൊരു കമ്പനി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എന്ത് കിട്ടും, അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ് കിട്ടും. അപ്പം അവിടുന്ന് കിട്ടുന്ന ആ റിട്ടേൺ എന്ത് കൂട്ടും, നമ്മുടെ ഇൻകം കൂടുമ്പോൾ എന്ത് ചെയ്യും, പ്രോഫിറ്റ് കൂട്ടും. യെസ്, അങ്ങനെ നമ്മുടെ പ്രോഫിറ്റ് കൂടി നമ്മുടെ ബോണസ് എന്ത് ചെയ്യണം, കൊടുക്കണം. ആ ബോണസ് കൊടുക്കുന്നത് വഴിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കമ്പനിക്ക് അത് നഷ്ടം ഇല്ലടാ. അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്നും വേണ്ട. കമ്പനി ഡയറക്റ്റ് ആയിട്ട് ആ ഇൻവെസ്റ്റ്മെന്റ് മാറ്റാനായിട്ട് കമ്പനി ഒരു സബ്സിഡിയറി കമ്പനി സ്റ്റാർട്ട് ചെയ്തു.
എന്നിട്ട് ഈ സബ്സിഡിയറി കമ്പനി സ്റ്റാർട്ട് ചെയ്തത് വെച്ചിട്ട് എന്ത് ചെയ്തു, ഈ ഇൻവെസ്റ്റ്മെന്റിനെ എല്ലാം കൂടെ ഈ സബ്സിഡറി കമ്പനിക്കകത്തോട്ട് അങ്ങ് ട്രാൻസ്ഫർ ചെയ്തു. ആ ട്രാൻസ്ഫർ ചെയ്തിട്ട് എന്താണ് ഈ ഡിവിഡൻഡ്, ഇപ്പം ഈ കമ്പനി, ഈ ഒരു കമ്പനിയും ഈ ഒരു കമ്പനിയും ഈ ഒരു കമ്പനിയും ഇവർ രണ്ടുപേരും തമ്മിലാണ് ട്രാൻസാക്ഷൻസ് ഉള്ളത്. സർ, ഇൻവെസ്റ്റ്മെന്റ് ഇപ്പൊ ആരുടെ കയ്യിലാണ്? സബ്സിഡിയറി കമ്പനിയുടെ കയ്യിലാണ്. ആ ഇൻവെസ്റ്റ്മെന്റ് ഏത് കമ്പനിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്നത്? നമ്മുടെ പഴയ അസോസിയേറ്റ് ഇൻഡസ്ട്രീസ് റബ്ബർ ലിമിറ്റഡ് ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന അതേ കമ്പനിയാണ്. ജസ്റ്റ് ഒരു ഇൻവെസ്റ്റ്മെന്റ് താഴത്തെ മറ്റൊരു കമ്പനിക്കകത്തോട്ട് മാറ്റി. ഇത്രയും ഇവിടെ സംഭവിച്ചിട്ടുള്ളൂ. അപ്പോൾ എന്താണ്, കമ്പനിയുടെ ആളുകൾ നോക്കിയപ്പോൾ കമ്പനിക്ക് നല്ല ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ഉണ്ട്, ബട്ട് നമുക്ക് ബോണസ് മാത്രം കിട്ടുന്നില്ല. എടാ, ആ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ട പൈസ എന്ത് ചെയ്യും? അതെന്ത് ചെയ്യും? ഇങ്ങനെ തപ്പി പോയപ്പോഴാണ് ഇരിക്കുന്നത് സബ്സിഡിയറി കമ്പനി. സബ്സിഡിയറി കമ്പനിക്കകത്ത് എന്താ ഉള്ളത്? ഈ മറ്റേ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇരിക്കും. അപ്പോൾ ആരാ ഇപ്പം ഡിവിഡൻഡ് കിട്ടുന്നത്? ഈ സബ്സിഡിയറി കമ്പനി. ഈ സബ്സിഡിയറി കമ്പനി ഉണ്ടാക്കി എന്തിനാണ്? നമ്മുടെ ബോണസ് കൊടുക്കാതിരിക്കാൻ വേണ്ടി. ഫൈനലി ആ പ്രോഫിറ്റ് ആ സബ്സിഡറി കമ്പനി ഏൺ ചെയ്ത ആ ഒരു പ്രോഫിറ്റ്, ആ ഡിവിഡൻഡിനെ എന്ത് ചെയ്തു, ഹോൾഡിംഗ് കമ്പനിയുടേതായിട്ട് കൺസിഡർ ചെയ്ത് ബോണസ് കൊടുക്കാനായിട്ട് ഉത്തരവ്. ഓക്കെ, അപ്പം എന്താണ് നോക്കിയേ, ഇതിന്റെ ഓണേഴ്സ് ഈ സബ്സിഡറിയുടെയും അസോസിയേറ്റ് ഇൻഡസ്ട്രീസ് റബ്ബർ ലിമിറ്റഡിന്റെയും ഓണേഴ്സ് സെയിം ആണെന്ന് നോക്കി. കോർപ്പറേറ്റ് ബിൽ തുറന്നു നോക്കി, രണ്ടുപേരും എടാ നിങ്ങൾ രണ്ടുപേരും അതെങ്ങനെ ശരിയാവും? മറ്റേ കമ്പനിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടോട്ട് ട്രാൻസ്ഫർ ചെയ്ത് എന്നിട്ട് ഇമ്മാതിരി പരിപാടിയാണ്. യെസ്, കോർട്ട് എന്ത് ചെയ്തു, അസോസിയേറ്റ് ഇൻഡസ്ട്രീസ് റബ്ബർ ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും ആൻഡ് ദ സബ്സിഡറി കമ്പനിയും ഇത് രണ്ടും ഒരേ ഓണേഴ്സിന്റെ ആണ് എന്നുള്ള കാര്യം എന്ത് ചെയ്തു, മനസ്സിലാക്കി. എന്നിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ഈ ബോണസ് കൊടുക്കുന്ന കാര്യത്തിനകത്ത് ഒരു തീരുമാനമാക്കി. ഓക്കെ, അപ്പോൾ എന്താണ്, ലീഗൽ ഒബ്ലിഗേഷൻസ് അവോയ്ഡ് ചെയ്യുന്ന ഈ ഒരു സിറ്റുവേഷൻസിനകത്ത് എന്താണ് കോർട്ട് ലിഫ്റ്റ് ചെയ്ത് നോക്കും. ഓക്കെ, ദെൻ അടുത്തത് ഫോർമേഷൻ ഓഫ് സബ്സിഡറീസ് ടു ആക്ട് ആസ് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കണമായിരുന്നു, ബട്ട് നിങ്ങളെ കൊണ്ട് ഇപ്പോൾ അത് പറ്റുന്നില്ല. അപ്പോൾ നിങ്ങൾ ആരെയും അപ്പോയിന്റ് ചെയ്തു? ഏജന്റിനെ അപ്പോയിന്റ് ചെയ്തു. ആ കേസിനകത്തും എന്ത് ചെയ്യും, നമ്മുടെ വെയിൽ അത് ലിഫ്റ്റ് ചെയ്ത് കോർട്ട് നോക്കും. സാർ മനസ്സിലായില്ല സാർ? ജസ്റ്റ് സെക്കൻഡ്. യെസ്, നമ്മൾ നോക്കുകയാണെങ്കിൽ വിശാലമായ മെർക്കൻഡൈൽ ട്രാൻസ്പോർട്ട് ലിമിറ്റഡ് ഇൻ ദ കമ്പനി, നമ്മുടെ ബ്രിട്ടനിൽ ഇങ്ങനെ വണ്ടി ഓടിക്കാനായിട്ട് ഉള്ള ലൈസൻസിനെ ചോദിച്ചിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, അവിടുത്തെ ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് ചെയ്യത്തില്ല, നമ്മൾ ലൈസൻസ് തരത്തില്ല. സാർ അതെന്ത് പരിപാടിയാണ് ഞങ്ങൾക്ക് തരാത്ത? എടാ കൊച്ചു സാധനങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ വേണമെങ്കിൽ തരാം, ഇങ്ങനൊരു പ്രൊവിഷൻ ഉണ്ട്. അപ്പം കമ്പനി എന്ത് ചെയ്തു, കമ്പനി നേരെ പോയിട്ട് കുറേ കൊച്ചു എന്ത് ചെയ്തു, ഹോളി ഓൺ സബ്സിഡറി കമ്പനി ഉണ്ടാക്കി. മെർക്കൻഡൈസ് ട്രാൻസ്പോർട്ട് ലിമിറ്റഡ് എന്ത് ചെയ്തു, എന്നിട്ട് ഈ കൊച്ചു കമ്പനി വെച്ചിട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷൻ്റെ അടുത്ത് പോയിട്ട് ലൈസൻസ് വാങ്ങിച്ചു. ട്രാൻസ്പോർട്ട് കമ്മീഷൻ നോക്കിയപ്പോൾ ഡേ இந்த വണ്ടി എനിക്ക് എടാ ഇത് മറ്റേമാരുടെ വണ്ടിയില്ലടാ. ഇതെന്താ പിന്നെ ഇവിടെ കിടന്നോടുന്നത്? സാറേ നമ്മുടെ ഹോളി ഓൺ സബ്സിഡറി ആണ്, അതുകൊണ്ട് നമ്മൾ ഇവിടോട്ടും കൂടെ. അപ്പം കേസിന് പോയിട്ട് നമ്മുടെ കമ്മീഷൻ പറഞ്ഞു ഇത് ഉടായ്പാണ്, മറ്റേ വലിയ കമ്പനിക്ക് കിട്ടേണ്ട ലൈസൻസ് അവർക്ക് കൊടുക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ഇമാതിരി ഉടായ്പ കമ്പനി ഇറക്കിയാണ്, ഇത് ശരിയല്ലെന്ന്. അപ്പം നമ്മൾ പറഞ്ഞു കമ്പനിയാണ്. ഇപ്പം നോക്കുകയാണെങ്കിൽ 4 സെപ്പറേറ്റ് കമ്പനീസ് ഉണ്ട്, നമ്മളുമായിട്ട് യാതൊരു ഇത് ബന്ധമില്ല. സാർ എന്താണ് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, നമ്മളുടെ കോർപ്പറേറ്റ് ബെയിൽ തിയറി ഒന്നും പഠിച്ചിട്ടില്ല സാർ, എന്താണ് ഇങ്ങനെ പറയാം? കോടതി അപ്പം പറഞ്ഞു ലിഫ്റ്റിംഗ് അത് നോക്കണം. കട്ടർ അങ്ങോട്ട് മാറ്റി നോക്കി, ഓണ സെയിം ഇമാതിരി ഉടായ്പ കാണിക്കാൻ വേണ്ടി കാണിച്ചാണ്. ലൈസൻസിന് എന്ത് ചെയ്തു, ഡിസ്ക്വാളിഫൈ ചെയ്തു. ഇമാതിരി പരിപാടി കാണിക്കും. ഓക്കെ, പ്രിൻസിപ്പൽ ഏജന്റ് പരിപാടിയാണ് ഇതിനകത്തുള്ളത്, അതുകൊണ്ട് എന്ത് ചെയ്യുക, റിജക്റ്റ് ചെയ്തു. ഓക്കെ, ഇവർ പറയുന്ന ചുമ്മാ നമ്മുടെ ബ്രിട്ടീഷ് ട്രാൻസ്പോർട്ട് കമ്മീഷൻ പറയുന്നത് സത്യമാണ്, ഇത് ഉടായ്പിൽ ഉണ്ടാക്കിയ കമ്പനിയാണ്, നമ്മൾ കൂടുതൽ കാര്യമൊന്നും നോക്കണം. അടുത്തത് കമ്പനി ഫോംഡ് ഫോർ ഫ്രോഡ് ഓർ ഇംപ്രോപ്പർ കണ്ടക്ട് ഓർ ഡിഫീ ലോ. സാർ ഇതാണ് അടുത്തത്. കമ്പനി ഉണ്ടാക്കി നിൽക്കുന്ന ഫ്രോഡ് പരിപാടിക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ കമ്പനി ഉണ്ടാക്കിയിരിക്കുന്നത് എന്തെങ്കിലും ലീഗൽ ആയിട്ടുള്ള കാര്യത്തെ എന്ത് ചെയ്യുക, വയലേഷൻ ചെയ്യാനായിട്ടാണ്. അതേത് കേസ്? ഗിൽഫോർഡ് മോട്ടോർ കമ്പനി വേഴ്സസ് ഹോം. ഓക്കെ, അവിടെ ഇനി എന്താ സംഭവിച്ചത്?
അതോട്ട് നമ്മൾ പോകുകയാണെങ്കിൽ ഗിൽഫോർഡ് മോട്ടോർ കമ്പനിയുടെ MD ആയിരുന്നു ഹോൺ. അങ്ങനെ നല്ല കാലം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഗിൽഫോർഡ് മോട്ടോർ കമ്പനി ഇറ്റ്സ് എ വെൽ നോൺ കമ്പനി ആൻഡ് ഇതിങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പം കമ്പനി നോക്കിയപ്പം നമ്മുടെ കസ്റ്റമേഴ്സിനെ ആര് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ഇവിടുന്ന് പോയ കുറേ കാട്ടുകള്ള എംപ്ലോയീസും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. കമ്പനി നേരെ വന്നിട്ട് ഒരു കോൺട്രാക്ട് കൊണ്ടുവന്നു, എടാ മക്കളെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നവരെ വന്ന് ഈ കോൺട്രാക്ട് സൈൻ ചെയ്യുക, ഇവിടുന്ന് എന്തെല്ലാം ഇവിടുന്ന് പോകുന്നവർ നമ്മുടെ എംപ്ലോയിയെ കയറി പിടിച്ച് നമ്മളെ നമ്മുടെ കസ്റ്റമേഴ്സിനെ പിടിച്ചുകൊണ്ട് പോയി നമ്മുടെ എംപ്ലോയി ആണെന്നുള്ള ആ ഒരു ബാഡ്ജ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യില്ല, നിങ്ങളെ ബെനിഫിറ്റ് ഉണ്ടാക്കില്ല, അയ്യെ കടങ്ങി ഒതുങ്ങി നിന്നോണം. ഓക്കെ, അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മൾ എന്ത് ചെയ്തു, സൈൻ ചെയ്ത് കൊടുത്ത് ആ സാർ അന്ന് ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിരിച്ചുകൊണ്ടിരുന്ന് കുറച്ച് കാലം കഴിഞ്ഞപ്പം ഈ ഹോൺ എന്ന് പറയുന്ന പുള്ളി ഒരു കമ്പനി അങ്ങ് തുടങ്ങുകയാണ്, ജെയിം ഹോൺ കമ്പനി ലിമിറ്റഡ്. എന്നിട്ട് എന്ത് ചെയ്തു, കസ്റ്റമേഴ്സിനെ അടിച്ചുകൊണ്ട് പോയിട്ട് എന്ത് പറഞ്ഞു, നമ്മുടെ ഗിൽഫോർഡ് മോട്ടോർ കമ്പനി കോർട്ടിൽ പോയി ഞങ്ങളുടെ കസ്റ്റമേഴ്സിനെ ആരെ അടിച്ചുകൊണ്ട് വന്നു, ഈ ഹോൺ അടിച്ചുകൊണ്ട് വന്നു, ഇവൻ കാട്ടുകള്ളനാന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഹോൺ പറഞ്ഞു, ഓ നോ നോ നോ, ഞാൻ ആരും ഒന്നും ചെയ്തിട്ടില്ലേ, പിന്നെ എൻ്റെ പേര് ഒരു കമ്പനി ഉണ്ട്, ഞാൻ ഓണറാണ് അല്ലെങ്കിൽ ഞാൻ ഷെയർ ഹോൾഡറാണ്, ആ കമ്പനി എന്തോ ചെയ്തിട്ടുണ്ട്, ബട്ട് ഞങ്ങൾ തമ്മിൽ എന്തുണ്ട്, വെയിലുണ്ട്. ഈ വെയിൽ വെച്ചിട്ട് ഞങ്ങൾ തമ്മിൽ രണ്ടാണ്, സെപ്പറേറ്റഡ് ആണ്. അത് ആർട്ടിഫിഷ്യൽ പേഴ്സൺ അല്ലെങ്കിൽ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി, എനിക്ക് അതിനകത്ത് ലിമിറ്റഡ് ലയബിലിറ്റീസേ ഉള്ളൂ, എനിക്ക് ബാധിക്കുന്ന കാര്യമില്ല. കോർട്ട് പറഞ്ഞു ഇത് ഇവിടെ എങ്ങനെ, കോർട്ട് പറഞ്ഞു എന്നെങ്കിൽ നമുക്ക് ലിഫ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, ഹോൺ മാത്രമേ ഉള്ളൂ. ഓ ഏ ഹോൺ, നീ എന്താണ് ഈ പറയുന്നത്, എടാ നിന്റെ കമ്പനിയാണിത്. സാർ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി അന്ത കോൺസെപ്റ്റ്, എടാ ഇമാതിരി ഫ്രോഡ് പരിപാടി കാണിക്കുന്നതിനകത്ത് ലിഫ്റ്റ് ചെയ്യുമെന്നല്ലേ പറഞ്ഞത്. ഓക്കെ, അങ്ങനെ ലിഫ്റ്റ് ചെയ്യും. ഇതൊക്കെ എന്താണ് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു എക്സാമ്പിൾസ് വെച്ച് പഠിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ ഉള്ളത്. അപ്പോൾ ഒരു സമ്മറി പറയുകയാണെങ്കിൽ നമ്മുടെ കോർപ്പറേറ്റ് വെയിൽ തിയറി പറയുന്നത് കമ്പനിയും അതിൻ്റെ ഓണേഴ്സും ഒരു ഇമാജിനറി ആയിട്ടൊരു വെയിൽ വെച്ചിട്ട് എന്താണ് സെപ്പറേറ്റഡ് ആണ്. ഇവരെ ഈ ഓണേഴ്സിനെ ഒരു ഷീൽഡ് ഉണ്ട്, ആ ഷീൽഡ് വെച്ചിട്ട് കമ്പനിയുടെ ആക്ടുകളിൽ നിന്നൊക്കെ രക്ഷിക്കുന്നുണ്ട്. സാർ ഇങ്ങനെ രക്ഷിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പ്രശ്നം ഗുരുതരവാ. നമുക്കൊരു 5 സിറ്റുവേഷൻ ഉണ്ട്. ഈ 5 സിറ്റുവേഷനകത്ത് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ആ ഓണർ ആരാ, കമ്പനിയുമായിട്ടുള്ള ഈയുടെ റിലേഷൻ, ഇതൊക്കെ നോക്കും. ഈ നടുക്കൂടുള്ള ആ തിരശ്ശീല എന്ത് ചെയ്യും, മാറ്റും. എന്നിട്ട് കമ്പനിയുടെ ആ ഒരു ക്യാരക്ടർ അത് വന്ന് കോർട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ നോക്കും, ലിഫ്റ്റ് ചെയ്യും. ഏതൊക്കെ സിറ്റുവേഷൻ, ഒന്നാമത്തെ സിറ്റുവേഷൻ ട്രേഡിങ് വിത്ത് എനിമി. ഓർക്ക് രാജ്യം എന്ത് ചെയ്യും, യുദ്ധത്തിനകത്ത് പോവും. യുദ്ധത്തിൽ പോയപ്പോൾ എനിമി ആയിട്ട് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ആ ഡിക്ലെയർ ചെയ്ത കമ്പനിയുമായിട്ടുള്ള ട്രാൻസാക്ഷൻ. അടുത്തത് കോർപ്പറേറ്റ് എൻറ്റിറ്റി ടാക്സ് ഇവേഷനുമായി ബന്ധപ്പെട്ട് ടാക്സിനെ ഇവേഷൻ ചെയ്യാനായിട്ട് എന്ത് ചെയ്തു, കമ്പനീസിനെ ഫോം ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോഴും കോർട്ട് പോയിട്ട് നോക്കും, ലിഫ്റ്റ് ചെയ്യും. അടുത്തത് കമ്പനീസ് ഫോം അതർ കമ്പനി ആസ് ദെയർ സബ്സിഡറി ടു ആക്ട് ആസ് ഏജന്റ്. എന്ത് ചെയ്യും, ലൈസൻസ്, നിങ്ങളുടെ ആവശ്യങ്ങൾ അതൊക്കെ നിറവേറ്റാൻ പറ്റുന്നില്ല എന്നൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഇവന്മാർ എന്ത് ചെയ്യും, സബ്സിഡറി ആയിട്ട് കുറേ കച്ചവടത്തിൽ കൊച്ചു കമ്പനി ഉണ്ടാക്കിയിട്ട് ഇതുവഴി അവരുടെ ആവശ്യം നേടിയെടുക്കും. ഈ ഒരു സിറ്റുവേഷനകത്ത് എന്ത് ചെയ്യും, കോർട്ട് വന്നിട്ട് നോക്കും, ലിഫ്റ്റ് ചെയ്യും. ഓക്കെ, അടുത്തത് ലീഗൽ ഒബ്ലിഗേഷൻസ്. എംപ്ലോയീസിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ സാധനം കൊടുത്തിട്ടില്ല, ഇമാതിരിയൊക്കെ ഓരോ പരിപാടി കാണിച്ചു കൊടുക്കും. അപ്പം ആ ലീഗൽ ഒബ്ലിഗേഷൻസിനെ മാറ്റാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, ഈ ഒരു വെയിലിനെ എന്ത് ചെയ്യും, ലിഫ്റ്റ് ചെയ്ത് കോർട്ട് നോക്കും. അടുത്തത് ഇൻകോർപ്പറേഷൻ, എന്തിനു വേണ്ടിയാ, ഇല്ലീഗൽ അല്ലെങ്കിൽ ഫ്രോഡ് പരിപാടിക്ക് വേണ്ടിയാ, അങ്ങനെയാണെങ്കിലും നോക്കും. ഈ ഒരു ഇത്രയും നമ്മൾ പഠിച്ച കേസ് സ്റ്റഡീസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്ത് വരുന്നത്, നമ്മളുടെ ക്വസ്റ്റ്യൻസ് പൊതുവെ വരുന്നത്. നമ്മൾ ഇനിയും ഈ ഒരു കേസ് സീരീസിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, നമ്മുടെ സെപ്പറേറ്റ് വീഡിയോസ് ഇറക്കും. ആ വീഡിയോസിനകത്ത് എന്ത് ചെയ്യും, ആ കേസ് സ്റ്റഡീസിനെ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഇന്ന് എനിക്ക് എന്തെങ്കിലും ബെനിഫിഷ്യൽ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനി കാണുമ്പോഴേക്കും വണക്കം, ബൈ.